അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ജാഅ റജുലുൻ ഇലാ അമീരിൽ മുഅ്മിനീൻ അലി ഇബ്നു അബി ത്വാലിബ്. അമീറുൽ മുഅ്മിനീൻ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തേക്ക് ഒരാൾ വന്നു. ഫഖാല, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, സ അസ്അലുക അർബഅ മസായില, ഞാൻ നിങ്ങളോട് 5 മസ്അലകൾ ചോദിക്കണം, 5 ചോദ്യങ്ങൾ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ഫഅജിബ്നി, നിങ്ങളെനിക്ക് അതിന് ഉത്തരം തരണം. 4-ാം ഖലീഫ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തേക്ക് ഒരാൾ ചെല്ലുകയും അദ്ദേഹത്തോട് 4 കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, അതിന് ഉത്തരം തരണമെന്നും അപേക്ഷിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ഒന്നാമത്തെ ചോദ്യം ചോദിക്കുകയാണ്, മാ ഹുവൽ വാജിബു വമാ ഹുവൽ ഔജബു. വാജിബായ കാര്യം എന്താണ്? വാജിബ് എന്ന് പറഞ്ഞാൽ നിർബന്ധം. നിർബന്ധമായ കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനേക്കാൾ നിർബന്ധമുള്ള ഔജബായ കാര്യം, ഏറ്റവും കൂടുതൽ നിർബന്ധമുള്ള കാര്യം ഏതാണ്? രണ്ടാമതായി അദ്ദേഹം ചോദിക്കുന്നത് വമാഹുവൽ ഖരീബു വമാഹുവൽ അഖറബു. ഏതാണ് ഖരീബ്? ഏറ്റവും അടുത്തുള്ളത് ഏതാണ്? വമാഹുവൽ അഖറബു, അതിനേക്കാൾ അടുത്തുള്ള, ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നത് ഏതാണ്? മൂന്നാമതായി അദ്ദേഹം ചോദിക്കുന്നു വമാഹുവൽ അജീബു വമാഹുവൽ അഅജബു. ഏറ്റവും അത്ഭുതം തോന്നുന്ന കാര്യം ഏതാണ്? അജീബ്, അജബ്. വമാഹുവൽ അഅജബു, എന്നാൽ അതിനേക്കാൾ അത്ഭുതം തോന്നുന്ന കാര്യം ഏതാണ്? അത്ഭുതമുള്ളത് ഏതാണ്? ഏറ്റവും കൂടുതൽ അത്ഭുതം തോന്നുന്ന കാര്യം ഏതാണ്? നാലാമതായി ചോദിക്കുന്നത് വമാഹുവ സഅബു, എന്താണ് പ്രയാസമുള്ള കാര്യം? വമാഹുവൽ അസ്അബു, ഏറ്റവും പ്രയാസമുള്ള കാര്യം ഏതാണ്? ഇങ്ങനെ 4 കാര്യങ്ങളാണ് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് ആഗതൻ ചോദിച്ചത്. അലി ഇബ്നു അബി ത്വാലിബ് എന്ന് പറഞ്ഞാൽ ഭാഷാ സാഹിത്യത്തിൽ അങ്ങേയറ്റം കഴിവുള്ള, ഇസ്ലാമിക വിഷയങ്ങളിൽ ഏറ്റവും കൂടുതൽ വിവരമുള്ള വ്യക്തിത്വങ്ങളിൽ ഒരാളാണ്. ഫഖാല അമീറുൽ മുഅ്മിനീൻ, വിശ്വാസികളുടെ അമീർ അഥവാ 4-ാം ഖലീഫ അലി ഇബ്നു അബി ത്വാലിബ് പറയാൻ തുടങ്ങി, അൽ വാജിബു, നിർബന്ധമായ കാര്യം എന്ന് പറയുന്നത് തഅത്തുല്ലാഹ്, അള്ളാഹുവിനെ അനുസരിക്കലാണ്. അള്ളാഹുവിനെ അനുസരിക്കുക എന്ന് പറയുന്നതാണ് നിർബന്ധമായ കാര്യം. വൽ ഔജബു, എന്നാൽ അതിനേക്കാൾ നിർബന്ധമായ കാര്യം എന്താ? തർക്കു ദുനൂബ്, പാപങ്ങൾ വർജിക്കുക എന്നുള്ളതാണ്, തെറ്റുകൾ ഒഴിവാക്കുക എന്നുള്ളതാണ്, തെറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ നിർബന്ധമായ കാര്യം. വഅമ്മൽ ഖരീബു, എന്നാൽ അടുത്ത് നിൽക്കുന്ന കാര്യം, അത് ഫഹുവ യൗമുൽ ഖിയാമ, ലോകാവസാനമാണ്, അതല്ലെങ്കിൽ പുനരുദ്ധാരണ ദിവസമാണ്. ലോകം അവസാനിച്ച് മറ്റൊരു ദിവസം ആഗതമാകുന്ന ദിവസം, അത് വളരെ അടുത്ത് നിൽക്കുന്നതാണ്. വൽ അഖറബു, എന്നാൽ അതിനേക്കാൾ ഏറ്റവും അടുത്ത് നിൽക്കുന്നതോ ഹുവൽ മൗത്ത്, അത് മരണമാണ്. ലോകാവസാനം അടുത്തനുണ്ട്, പക്ഷെ അതിനേക്കാൾ അടുത്ത് നിൽക്കുന്നത് ഓരോരുത്തരുടെയും മരണമാണ്. മരണം വളരെ അടുത്ത് നിൽക്കുന്നു. വഅമ്മൽ അജീബു, എന്നാൽ അത്ഭുതകരമായ കാര്യമെന്ന് പറയുന്നത് അത് അദ്ദുനിയ, ഈ ദുനിയാവാണ്. ഈ ലോകത്തിൻ്റെ കാര്യം അത്ഭുതമാണ്. കണ്ണഞ്ചിപ്പിക്കുന്ന സ്വപ്ന സ്വർഗങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരുന്ന ഈ ലോകം അത്ഭുതകരമായ ഒരു കാര്യമാണ്.
വൽ അജബു, എന്നാൽ അതിനേക്കാൾ അത്ഭുതം തോന്നുന്ന കാര്യം, വൽ അജബു മിൻഹ, അതിനേക്കാൾ അധികം അജബുണ്ടാക്കുന്ന, അത്ഭുതമുണ്ടാക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഹബ്ബു ദുനിയ, ഈ ലോകത്തോടുള്ള അടങ്ങാത്ത ഒടുങ്ങാത്ത പ്രേമമാണ്, സ്നേഹമാണ്. ഈ ലോകത്തെ വേണ്ടിയിട്ടാണല്ലോ ഈ ആളുകൾ മുഴുവൻ മറ്റെല്ലാം ത്യജിച്ചുകൊണ്ട്, മറ്റെല്ലാം മറന്നുകൊണ്ട് ഓടിപ്പോകുന്നത്. അതാണ് ഏറ്റവും വലിയ അജബ്, അത്ഭുതം എന്ന് പറയുന്നത്. അജബായ കാര്യം, ഏറ്റവും അത്ഭുതമുള്ള കാര്യം അതാണ്. നാലാമതായിട്ട് മസ്സാബു, എന്നാൽ പ്രയാസകരമായ കാര്യമെന്ന് പറയുന്നത് ഫഹുവൽ ഖബറു, അത് ഖബറാണ്. ഒറ്റക്ക് നമ്മൾ ഖബറിൽ കിടക്കേണ്ടി വരിക എന്ന് പറയുന്നത് വളരെ വളരെ ബുദ്ധിമുട്ടുള്ള, വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. മസ്സാബു ഫഹുവൽ ഖബറു, ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യത്തിൽപ്പെട്ടതാണ്, ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഖബർ ജീവിതം എന്ന് പറയുന്നത്. വൽ അസ്ആബു മിൻഹു, എന്നാൽ അതിൽ ഏറ്റവും വലിയ, ഏറ്റവും പ്രയാസമുള്ള കാര്യം എന്ന് പറയുന്നത് അത് ദഹാബു ബിലാ സാദിൻ, ആ ഖബറിലേക്കുള്ള പോക്കുണ്ടല്ലോ, ഖബറിലേക്ക് പോകുമ്പോൾ ഒന്നും കയ്യിലില്ലാതെ, ഒരു മുന്നൊരുക്കവും ഇല്ലാതെ, ഒരു സാദും കയ്യിലില്ലാതെ ആ പോക്കാണ് ഏറ്റവും പ്രയാസമുള്ള കാര്യം. സാദ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹജ്ജിനും ഉംറക്കൊക്കെ പോകുന്ന സമയത്തൊക്കെ നമ്മൾ കയ്യിൽ പിടിക്കുന്ന കാര്യമുണ്ടല്ലോ, ആ കാര്യം, ആ മുന്നൊരുക്കം, അതൊന്നുമില്ലാതെ ഖബറിലേക്ക് പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രയാസമുള്ള കാര്യം. നമ്മൾ ഈ ലോകത്തുനിന്ന് ഖബർ ജീവിതത്തിലേക്ക്, അല്ലെങ്കിൽ പാരത്രിക ജീവിതത്തിലേക്ക് ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടതുണ്ട്. ഇവിടുന്ന് ഒന്നും കയ്യിലില്ലാതെ പോകുന്ന അത് ഏറ്റവും ഭയാനകമാണ് എന്നാണ് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ഈ മനുഷ്യരോട് പറഞ്ഞു കൊടുത്തത്. അതിന് പുറമെ അദ്ദേഹം ഒരു പ്രാർത്ഥന കൂടി നടത്തുന്നുണ്ട്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങൾ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്ന തമ്പുരാനെ, അല്ലാഹുവേ സബ്ബിത് ഖൽബി അലാ ദീനിക്, എൻ്റെ കൽബിനെ, എൻ്റെ ഹൃദയത്തെ നീ ദീനിൽ ഉറപ്പിച്ചു നിർത്തണമേ തമ്പുരാനെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.